മുന്നണിക്കുള്ളിലെ ബലാബലത്തിൽ 2 സീറ്റ് നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ തെരഞ്ഞെടുപ്പ് അതിജീവന പോരാട്ടമാണ്. കഴിഞ്ഞ തവണ ലഭിച്ചത് 2 സീറ്റ് മാത്രമാണ്. ഇത്തവണ മത്സരിച്ച 8 സീറ്റിൽ 7ലും ജയമുറപ്പെന്ന പാർട്ടി നേതൃത്വം അവകാശപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റെണ്ണത്തിൽ വർധനവുണ്ടായില്ലെങ്കിൽ മുന്നണിയിലടക്കം പാർട്ടിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടേക്കും. അഖിൽ കെ ആണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. ഒപ്പം അർജുൻ മട്ടന്നൂരുമുണ്ട്. അഖിലിലേക്ക് നമുക്ക് ആദ്യം പോകാം. അഖിൽ, ആരാണ് മൂപ്പ് കൂടുതലുള്ളയാൾ, ആരാണ് അതിൽ കുറവുള്ളയാൾ എന്ന വലിയ തർക്കമാണ് ശിഥിലീകരണത്തിലേക്കൊക്കെ അടക്കം വഴിവെച്ചത്. പക്ഷേ അവിടെ നഷ്ടമുണ്ടായതിപ്പോൾ ജോസഫ് ഗ്രൂപ്പിനാണ്. കൂടുതൽ സീറ്റുകളില്ലാതെ അഭിമാന സംരക്ഷണം പോലും സാധ്യമാകാത്ത സാഹചര്യമുണ്ട്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 10 സീറ്റുകൾ UDF നൽകി. പക്ഷേ അതിൽ 8 സീറ്റിലും തോൽവിയിലേക്കാണ് പോയത്. 2 സീറ്റുകളിൽ മാത്രം വിജയിച്ചു നിൽക്കാൻ, പരമ്പരാഗത സീറ്റുകളിൽ ഒഴിച്ച് മറ്റൊരിടത്തും വിജയം കണ്ടെത്താൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സാധിച്ചിരുന്നില്ല. അതായത് UDFിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതിനൊപ്പം വലിയ തിരിച്ചടി ഉണ്ടായ ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു തിരിച്ചടി തന്നെയാണ്. 2 സീറ്റുകൾ ഇത്തവണത്തെ 10 ഇത്തവണ 8 സീറ്റിലേ മത്സരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് 2 സീറ്റുകൾ UDFിലേക്ക് തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം, കോൺഗ്രസിന് തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചു. ഇത്തവണ എന്തായാലും ആ കഴിഞ്ഞ തവണത്തെ 2-നപ്പുറത്തേക്ക് ഒരു സീറ്റുകൾ നേടുക എന്നുള്ളത് അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു മരണ പോരാട്ടം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേട്ടമുണ്ടാക്കാൻ കഴിയണം. ഇത്തവണ അതായത് അധികമായി 2 സീറ്റുകൾ വിജയിക്കാൻ പോലും നേടാൻ പോലും കഴിഞ്ഞാൽ പോലും അത് വലിയ ഒരു തിരിച്ചുവരവായി തന്നെ കണക്കാക്കേണ്ടി വരും. അതായത് 8-ൽ 4ലേക്ക് എത്താൻ കഴിഞ്ഞു. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലോ കാലങ്ങളിലോ വലിയ ഒരു ബാർഗെയിനിങ് നടത്താൻ പോലും ഉള്ള സാധ്യതയിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ 2-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് ജോസഫ് വിഭാഗത്തിന് വിജയിക്കാൻ കഴിയും. പക്ഷേ ജോസഫ് വിഭാഗത്തിന്റെ കണക്കൂട്ടൽ എന്ന് പറയുന്നത് 8-ൽ 7 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ്. അതായത് കാഞ്ഞങ്ങാട് ഒഴിച്ച് ബാക്കിയെല്ലാ 7 സീറ്റിലും തികഞ്ഞ വിജയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തവണ ഈ 7 സീറ്റുകളും ഉറച്ച വിജയം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ്, കണക്കൂട്ടൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലൂടെ വലിയ ബാർഗെയിനിങ് ഒക്കെ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയും? അതായത് ഈ കേരള കോൺഗ്രസ് എമ്മും UDFിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഉറച്ചു നിന്ന ജോസഫ് വിഭാഗമാണ്. എന്നിട്ട് പോലും കഴിഞ്ഞ തവണ മത്സരിച്ച 10-ൽ നിന്നും 2 സീറ്റുകൾ ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് തിരിച്ചെടുത്തു. 8 സീറ്റിലേക്ക് ചുരുക്കപ്പെട്ടു. ആ 8 സീറ്റിൽ മത്സരിക്കുമ്പോൾ അതിൽ എത്രത്തോളം സീറ്റുകൾ വിജയിക്കാൻ കഴിയും എന്നത്, വിജയ റേറ്റ് കൂട്ടാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന ഇരിങ്ങാലക്കുടയും കോതമംഗലവും ചങ്ങനാശ്ശേരിയും കുട്ടനാട്ടും ഒക്കെ കടുത്ത പോരാട്ടം, തിരുവല്ലയിലും ഒക്കെ കടുത്ത പോരാട്ടം തന്നെയാണ്. അത്ര എളുപ്പത്തിൽ ജോസഫ് വിഭാഗത്തിനെ കൊണ്ട് വിജയിച്ച് കയറാൻ കഴിയുന്ന സീറ്റുകളല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത്, അതായത് 2-ൽ കൂടുതൽ വരുന്ന 5കൾ എന്ന് പറയുന്ന ഈ പറയുന്ന തിരുവല്ലയും കുട്ടനാടും ഇരിങ്ങാലക്കുടയും ഒപ്പം തന്നെ ഈ ഇരിങ്ങാലക്കുട തന്നെയാണ്, ചങ്ങനാശ്ശേരിയും ഒക്കെയാണ്. അവിടെ ഇപ്പോ കെ മാണി ഉണ്ടായിരുന്ന സമയത്ത് UDFിനുള്ളിൽ എന്താണ് കേരള കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ടതില്ല എന്നതാണ്. ഏതു തീരുമാനങ്ങളിലും ഏത് നിർണായകമായ രാഷ്ട്രീയ ഘട്ടത്തിലുമൊക്കെ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി എന്ന നിലയ്ക്ക് ഇത്തിരി മുപ്പിളമ തർക്കം ലീഗുമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി തന്നെയായിരുന്നു കേരള കോൺഗ്രസ്. അവിടെ നിന്നാണ് 2 സീറ്റ് മാത്രം ജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയായി UDFിലുള്ള കേരള കോൺഗ്രസ് പരിമിതപ്പെട്ടത്. അത് വർദ്ധിപ്പിച്ചില്ല, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ മുന്നണിയിൽ ഉള്ള ഒരു സ്വത്വമില്ലാതെ പോകുന്നതിന് തുല്യമാണ്. അർജുൻ, കേൾക്കാമോ? അത് ചോദ്യം വ്യക്തമല്ല. അർജുൻ, ഞാനേ കുറച്ച് നീട്ടി ചോദിച്ചിരുന്നു. ഇനിയിപ്പോ വളരെ നമുക്ക് ചുരുക്കി ചോദിക്കാം അല്ലേ? ജോസഫ് ഗ്രൂപ്പിന് ഇത്തവണയുള്ള വെല്ലുവിളികൾ എന്താണ് UDFിൽ എന്ന് ചോദിക്കുകയായിരുന്നു. അത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് മനസ്സിലാവാത്തത്. വളരുംതോറും പിളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ പിളർന്ന ശേഷം കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് വളർച്ചയൊന്നും കാണിക്കുന്നില്ല എന്നതാണ് കേരള കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്തവണ ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്, പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന്. കാരണം യഥാർത്ഥ കേരള കോൺഗ്രസ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. കഴിഞ്ഞ 10 വർഷമായി അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന ഗതികേടിലാണ് ജോസഫ് വിഭാഗം. ഇത്തവണ തലമുറ മാറ്റമടക്കം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ അഖിൽ പറഞ്ഞതുപോലെ 10 സീറ്റുകളിൽ 2 സീറ്റ് കോൺഗ്രസിന് താൽക്കാലികമായെങ്കിലും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 8 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇതിൽ സ്ട്രൈക്ക് റേറ്റ് കൂട്ടുക, അതായത് പരമാവധി സീറ്റുകളിൽ വിജയിക്കുക എന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് 8 സീറ്റുകളിൽ 7 സീറ്റുകളിൽ വിജയം ഉറപ്പ് എന്ന് പറയുന്നുണ്ട്. കാഞ്ഞങ്ങാട് ഒഴികെയുള്ള സീറ്റുകളിൽ വിജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയും ചങ്ങനാശ്ശേരിയും കടുത്ത പോരാട്ടമാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും 5-ന് മുകളിലേക്ക് സീറ്റുകളിലേക്ക് വിജയിക്കുക എന്നത് കുറഞ്ഞ പക്ഷം ജോസഫ് വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തവണ വിജയിച്ചാൽ
2 മന്ത്രിസ്ഥാനമെങ്കിലും ആവശ്യപ്പെട്ടേക്കും. അങ്ങനെയാണെങ്കിൽ മോൻസ് ജോസഫും അതിന് പിന്നാലെ അപ്പു ജോൺ ജോസഫും മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനമെങ്കിലും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണ തോൽക്കുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും. കാരണം കഴിഞ്ഞ 2019 കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് പോയതിനു ശേഷം അവർ അധികാരത്തിലിരിക്കുന്നു. അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്താകട്ടെ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൂടുതൽ ദുർബലമാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ മറുപടി നൽകാൻ തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ്. അത്തരത്തിൽ ജോസഫ് വിഭാഗമാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അത് കൃത്യമായി തന്നെ നടക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം ഉള്ളത്. മാത്രവുമല്ല ഇത്തരത്തിൽ ഇടുക്കിക്കും കോട്ടയത്തിനും അപ്പുറത്തേക്ക് മറ്റു പല ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ കൂടി അവർ വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് ജോസഫ് വിഭാഗത്തിന്റെ ഒരു അന്ത്യം കുറിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ആ കേരള കോൺഗ്രസിന്റെ ഒരു അന്ത്യമായിരിക്കും സംഭവിക്കുക എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല മുന്നണിയിലും കാര്യമായി വിലപേശാനുള്ള ഒരു പ്രസക്തിയില്ലാത്ത സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി സ്വാഭാവികമായും ജോസഫ് വിഭാഗത്തിന് UDF വിജയിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്ന ക്യാബിനറ്റ് പ്രവേശവുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം മുന്നോട്ട് വെക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമസഭാ അംഗത്വം ഉണ്ടാകണം, പ്രാതിനിധ്യം ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഗതകാല സ്മരണകളൊക്കെ അയവിറക്കി ഇരിക്കാനേ കഴിയുകയുള്ളൂ എന്നിടത്താണ് ആ വെല്ലുവിളി ഉണ്ടാകുന്നത്.